ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് നോൺ കൺട്രോളിങ് അസറ്റിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യണമെന്നാണ് പഠിക്കുന്നത്. ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് മീൻ ബൈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്? Non-controlling interest refers to the proportionate share of interest or net asset that belonging to the investors from outside the group. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ 100% ഷെയർസും പാരൻറ്റ് കമ്പനി എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരില്ല. ഇപ്പോൾ 100%-ന് 99% ആയാലും 1% ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിലുണ്ട്. ആ 1% നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇതാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ കമ്പനി അക്വയർസ് 60% ഓഫ് സബ്സിഡറി അറ്റ് 15 lakh. ദ ഫെയർ വാല്യൂ ഓഫ് ദി സബ്സിഡറി ഈസ് കാൽക്കുലേറ്റ് അറ്റ് 25 lakh. ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 25 lakh ആണ്. കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ഓൺ ഫെയർ വാല്യൂ മെത്തേഡ്. നമ്മൾ പറഞ്ഞു 100% അല്ല, ഇവിടെ പാരൻറ്റ് കമ്പനിയുടെ 60% ഉള്ളൂ, ബാക്കി 40% പബ്ലിക്കിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ അതിൻ്റെ ഫെയർ വാല്യൂ എത്രയെന്ന് നോക്കാം. 25 lakh. ഫെയർ വാല്യൂ ഓഫ് സബ്സിഡറി 25 lakh. ഈ 25 lakhൻ്റെ 60% പാരൻറ്റ് കമ്പനിയുടെ കയ്യിലാണ്. അപ്പോൾ 40% ആരുടെ കയ്യിലാണ്? ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ. ഈ 40% ഉള്ള കാരണമല്ലേ ഇവരെ മൈനോറിറ്റി ഓർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫെയർ വാല്യൂ, അതായത് 25 lakhൻ്റെ 60% ആണ് പാരൻറ്റ് കമ്പനിയിലുള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? 40% കണ്ടുപിടിക്കണം. അപ്പോൾ 40% ഓഫ് ഫെയർ വാല്യൂ 25 lakh. അപ്പോൾ നമുക്ക് എമൗണ്ട് വരുന്നത് 10 lakh. ഒന്നും കൂടി പറയാം. എ കമ്പനി അക്വയർസ് 60% ഓഫ് സബ്സിഡറി അറ്റ് ₹15 lakh. അതായത് 60% ആണ് പാരൻറ്റ് കമ്പനിയുടെ ഉള്ളത്, ബാക്കി 40% ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിലാണ്. ആ ഫെയർ വാല്യൂ പറഞ്ഞിട്ടുണ്ട് സബ്സിഡറി ഈസ് കാൽക്കുലേറ്റഡ് 25 lakh. അപ്പോൾ ഈ 25 lakhൻ്റെ 60% ആരുടെ കയ്യിലാണ്? പാരൻറ്റ് കമ്പനിയുടെ കയ്യിലും 40% നമ്മുടെ പബ്ലിക്കിൻ്റെ കയ്യിലാണ്. അതാണ് ഈ മൈനോറിറ്റി, അതായത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫെയർ വാല്യൂവിൻ്റെ 40% കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 10 lakh കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മുടെ എമൗണ്ട് വന്നത് 10 lakh ആണ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക 10 lakh ആണ്. ഇനി നമുക്ക് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇതൊരു സിമ്പിൾ മെത്തേഡാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഒരു നോർമൽ വേന്ന് കണ്ടുപിടിക്കാനായിട്ട്. വേറെ മെത്തേഡ്സുകൾ നമുക്ക് 2 മെത്തേഡുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എത്ര വാല്യൂ ഉണ്ടെന്ന് എഴുതാം. അതിൻ്റെ കൂടെ നമ്മൾ 2 എമൗണ്ട് ആഡ് ചെയ്യണം. അതായത് ഷെയർ ഇൻ ദ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി കമ്പനി. സബ്സിഡറി കമ്പനിയുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യണം. നെക്സ്റ്റ് ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദി സബ്സിഡറി കമ്പനി. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും നമ്മൾ ആഡ് ചെയ്യണം. എന്തിൻ്റെ കൂടെ? വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂവിൻ്റെ കൂടെ നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കിട്ടാം. മനസ്സിലായില്ലേ? വാല്യൂ ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എഴുതണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കിട്ടും. ഷെയർ ഇൻ ദ പ്രീ അക്വിസിഷൻ ലോസ് ഓർ പോസ്റ്റ് അക്വിസിഷൻ ലോസ് ഷുഡ് ബി ഡിഡക്റ്റഡ്. അതായത് ഇപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തു, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്തു, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്തു. 2 പ്രോഫിറ്റുകളും നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ലോസ് തന്നേക്കാൻ നോക്കി, പ്രീ അക്വിസിഷൻ ലോസോ അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ ലോസോ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ലെസ് എന്ന് പറഞ്ഞ എഴുതി, ഈ ആഡിൻ്റെ കഴിഞ്ഞിട്ട് ഇവിടെ ലെസ് എന്ന് പറഞ്ഞ എഴുതി ആ എമൗണ്ട് കൂടിയും കാണിച്ച് കഴിയുമ്പോൾ നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കിട്ടാം. ഇപ്പോൾ പ്രോബ്ലത്തിൽ അത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ക്ലിയർ ആയില്ലേ? ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ സെക്കൻഡ് മെത്തേഡാണ് കാണുന്നത്. മെത്തേഡ് 2, ഷെയർ ഓഫ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ നെറ്റ് അസറ്റ് ഓഫ് ദി സബ്സിഡറി കമ്പനീസ്.
അതായത് നമ്മൾ നെറ്റ് അസറ്റ് അക്വേർഡ് കണ്ടുപിടിക്കണം. നെറ്റ് അസറ്റ് അക്വേർഡ് കണ്ടുപിടിക്കാനായിട്ട് ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ റിസർവ് ആൻഡ് സർപ്ലസ് ഓർ ടോട്ടൽ അസറ്റ് അക്വേർഡ് അത് നമ്മൾ ആഡ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ടോട്ടൽ ലൈബിലിറ്റീസ് നമ്മൾ ടോട്ടൽ അസറ്റും അതുപോലെ തന്നെ റിസർവ് ആൻഡ് സർപ്ലസും ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ലൈബിലിറ്റി നമ്മൾ കുറച്ച് കാണിച്ച് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് അസറ്റ് അക്വേർഡ് കിട്ടും. എങ്ങനെയാണ്? ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ റിസർവ് ആൻഡ് സർപ്ലസും ടോട്ടൽ അസറ്റും ആഡ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ലൈബിലിറ്റി വന്നത് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് അസറ്റ് അക്വേർഡ് കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ 2 മെത്തേഡാണ് പഠിച്ചത്. ആദ്യത്തെ മെത്തേഡിൽ എങ്ങനെയായിരുന്നു? നമ്മൾ വാല്യൂ ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഉള്ള എമൗണ്ട് എഴുതുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ആഡ് ചെയ്തു. അതുപോലെ തന്നെ പ്രീ അക്വിസിഷൻ ലോസും പ്രീ അക്വിസിഷൻ പോസ്റ്റ് അക്വിസിഷൻ ലോസും ലെസ് ചെയ്തു. ആ കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ നോൺ കൺട്രോളിങ് അസറ്റായിട്ട് എഴുതേണ്ടത്. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ നെറ്റ് അസറ്റ് അക്വേർഡ് കണ്ടുപിടിക്കണം. അതിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ റിസർവ് ആൻഡ് സർപ്ലസും ടോട്ടൽ അസറ്റും ആഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അത് കുറച്ച് കാണിക്കണം. പിന്നെ ഡിസ്ക്ലോസർ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ഇത് കാണിക്കുന്നതെന്ന്. പാരൻറ്റ് കമ്പനി പ്രസൻറ്റ് നോൺ കൺസോളിഡേറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്സ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് സെപ്പറേറ്റ്ലി ഫ്രം ദി ഇക്വിറ്റി ഓഫ് ദി ഓണേഴ്സ്. ഓണേഴ്സിൻ്റെ ഇക്വിറ്റി അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എഴുതി കാണിക്കണം. അത് വന്നത് അണ്ടർ ദി ഹെഡ് നോൺ കറണ്ട് ലൈബിലിറ്റി. നോൺ കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ അണ്ടറിൽ നമ്മൾ ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റും കൂടിയും കാണിക്കണം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലം നോക്കാം. അപ്പോൾ 2 മെത്തേഡിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്താണെന്നും ഒന്ന് നോക്കി വയ്ക്കണം. ഓക്കെ, താങ്ക് യു.